ശ്രീ PR ശിവശങ്കർ, RSSും BJPയുമാണ് ഇത്തരത്തിലൊരു പ്രചാരണം നടത്തുന്നത്. അതായത് 2047 ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ പോപ്പുലർ ഫ്രണ്ട് പദ്ധതിയിടുന്നു എന്നുള്ള കാര്യത്തിൻ്റെ വലിയ പ്രചാരകരായി നിൽക്കുന്നത് BJPയും RSSുമാണ്. അല്ലാതെ അത്തരത്തിൽ ഒരു നീക്കവും ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഇവിടുത്തെ ഇടത് വലത് മുന്നണികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോക്കുക, NIA കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹിറ്റ് ലിസ്റ്റ്, അതിൽ 799 പേരുണ്ട്. ഇതിൽ ഹൈന്ദവ സംഘടന നേതാക്കൾ മാത്രമല്ല, മുൻ ജില്ലാ ജഡ്ജി ഉൾപ്പെടെ ഈ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഇവർ ആരെയൊക്കെയാണ് ഇവരുടെ മാർഗത്തിന് തടസ്സമായി നിൽക്കുന്നത്? അവരെയെല്ലാം അരിഞ്ഞു വീഴ്ത്തുന്ന അങ്ങേയറ്റം ആപൽക്കരമായ ഒരു പദ്ധതി തയ്യാറാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഇവിടെ പ്രവർത്തിച്ചത്. ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചത് കൊണ്ട് മാത്രം ഈ പ്രശ്നം ഇല്ലാതാകുന്നുണ്ട്. ഇത് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചു, അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്ന് വാദിക്കുന്നവരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. ഈ ഹിറ്റ് ലിസ്റ്റ് ഇപ്പോഴും പ്രസക്തമായി നിൽക്കുകയല്ലേ കേരളത്തിൻ്റെ ഒരു സജീവമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ? ഇനിമ ഈ PFIയുടെ ഹിറ്റ് ലിസ്റ്റും അതുപോലെ തന്നെ ഈ രാജ്യത്ത് ഉടനീളം നടക്കുന്ന ഇത്തരത്തിലുള്ള സ്ലീപ്പിംഗ് സെല്ലിന്റെ ആക്രമണവും ഇന്ന് കേരളത്തിൽ പുതിയതായിട്ടല്ല, സത്യത്തിൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ NIA നൽകിയിട്ടുള്ള ഈ ഹിറ്റ് ലിസ്റ്റിന്റെ കണക്കുകളും ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ നേരത്തെ ജനൻ ടിവിയിൽ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ, ഇത് PFI ഒന്നും ഇതിന്റെ ഭാഗമല്ല എന്നും ഇത്തരത്തിൽ വെറും BJP RSSന്റെ വെറും ഒരു പ്രചരണം മാത്രമാണെന്നുമുള്ള ഒരു ആരോപണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മാധ്യമ സൃഷ്ടി, ഇത് തികച്ചും തെറ്റാണെന്ന് പറയുവാനായിട്ട് CPMന്റെ കാലാകാലങ്ങളായിട്ടുള്ള പ്രകടനം തന്നെ എടുത്താൽ മതി. അല്ലെങ്കിൽ CPMന്റെ മുഖ്യമന്ത്രിയായിരുന്ന, കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന EK നായനാർ തന്നെ പ്രസംഗിച്ചിട്ടുണ്ട്. PDPക്കും LDFനും അന്നത്തെ ISIക്കും ISIയുടെ പിന്തുണ ഉണ്ടായിരുന്നു. 1999 ഏപ്രിൽ 5-ാം തീയതി, കൃത്യമായിട്ട് പറഞ്ഞ് ഏപ്രിൽ 5-ാം തീയതി ചെർപ്പളശ്ശേരിയിൽ, പാലക്കാടുള്ള ചെർപ്പളശ്ശേരിയിൽ CPMന്റെ ഏരിയ കമ്മിറ്റി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം അന്നത്തെ PDPക്കും NDFനും അതിന്റെ ഭാഗമായിട്ടുള്ള PFIക്കും എല്ലാം ISIയുമായിട്ട് പണം മേടിച്ചുകൊണ്ട് ഡയറക്റ്റ് ബന്ധമുണ്ടെന്ന് അന്നത്തെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുടെ ചാർജും കൂടിയുള്ള മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് BJPയുടെ മാത്രം ആരോപണമല്ല. വർഷങ്ങളായി CPMന്റെ മുഖ്യമന്ത്രിമാരും അതുപോലെ തന്നെ VS അച്യുതാനന്ദനും നമുക്കറിയാം, കാലാകാലങ്ങളായി ഇവിടെ ചില വർഗീയവാദികൾ ഇത് കേരളത്തെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റുവാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഇത്തരത്തിലുള്ള മതമാറ്റത്തിലൂടെയും അതുപോലെ തന്നെ ജനസംഖ്യാ നിയന്ത്രണം ഇല്ലാതെ അവരുടെ ജനങ്ങളുടെ എണ്ണം കൂട്ടിക്കൊണ്ട്, അവരുടെ മതത്തിലുള്ളവരുടെ എണ്ണം കൂട്ടിക്കൊണ്ടും എല്ലാം ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുമെന്ന് പച്ചയായി മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം ആരോപണങ്ങളെ അല്ലെങ്കിൽ കേസുകളെ അല്ലെങ്കിൽ ഇത്തരം ഒരു ഇവിടുത്തെ മതവർഗീയ തീവ്രവാദികളുടെ പ്രവർത്തനങ്ങളെ അത് വെറും RSSന്റെയോ BJPയുടെയോ അല്ലെങ്കിൽ ജനൻ TVയുടെയോ മാധ്യമവൽക്കരണം അല്ലെങ്കിൽ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന കാര്യമല്ല, മറിച്ച് സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥന്മാരും മുഖ്യമന്ത്രിമാരും നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതിന്റെ മറ്റൊരു വേർഷൻ AK ആന്റണിയും പറഞ്ഞിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് കേരളത്തിലെ ഒരു കാലാകാലങ്ങളായി, 1999 മുതൽ EK നായനാരൊക്കെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ കാലം തൊട്ട് ഇത് നടക്കുന്നു. ISI പോലുള്ള പാക് തീവ്രവാദ സംഘടനകൾ വർഷങ്ങളായി ഇവിടത്തെ സ്ലീപ്പിംഗ് സെല്ലുകളെയും PFIയെയും PDP പല കാലങ്ങളിൽ പല പാർട്ടികളാണ്. ഇപ്പോൾ ഒന്ന് നിരോധിച്ചാൽ മറ്റൊന്ന് വരും, അല്ലെങ്കിൽ നിരോധിച്ച നേതാക്കൾ മാത്രമല്ല അവരുടെ പുറകിലുള്ള സ്ലീപ്പിംഗ് സെല്ലടക്കം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിനെക്കുറിച്ച് ഒരുപക്ഷെ ഇനി വരാനുള്ള ഗുരുമൂർത്തി അല്ലെങ്കിൽ ആരിഫിനൊക്കെ എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് പറയാനുണ്ടാവും. ഇത് ഒരു ഭാഗം. മറ്റൊരു ഭാഗത്ത് നമ്മൾ നോക്കൂ, ഈ സംസ്ഥാനത്ത് ഇതെല്ലാം നിയന്ത്രിക്കേണ്ട പോലീസ് എത്രത്തോളം വളരെ നിസ്സാരമായിട്ടാണ് ഈ കാര്യങ്ങളെ നേരിടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ അടുത്ത് നടന്ന ചില കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ നമുക്കറിയാം, ഈ പെരിയാർ വാലി, ഈ ആലുവ, എന്റെയൊക്കെ വീടിന്റെ അടുത്താണ്, ആലുവയിലാണ് ഈ പെരിയാർ വാലി സംഭവം. ഇതത്ര വാഗമൺ പോലെ അങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലമൊന്നുമല്ല. ഇത് ആലുവ ടൗണിൽ നിന്ന് കുറച്ച് കിലോമീറ്റർ മാത്രം അകലെയുള്ള വളരെ ജനസാന്ദ്രതയുള്ള UDFനും LDFന്റെ ഒക്കെ കൗൺസിലർമാർ തൊട്ടപ്പുറത്തുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് ഇത്തരത്തിലുള്ള വലിയ ക്യാമ്പുകൾ നടന്നിട്ട്, ആയുധ പരിശീലനങ്ങൾ നടന്നിട്ട് എന്തുകൊണ്ടാണ് അവിടുത്തെ LDFും UDFും അറിയാഞ്ഞത്, അല്ലെങ്കിൽ അത് പോലീസ് അറിയാഞ്ഞത്, എന്തുകൊണ്ട് പോലീസ് പ്രവർത്തിച്ചില്ല എന്ന് പറയുമ്പോഴാണ് പോലീസിൽ തന്നെ ഇത്തരത്തിലുള്ള പച്ച വെളിച്ചം എന്നൊക്കെ നമ്മൾ കാലാകാലങ്ങളായി വിളിച്ചിരുന്ന തീവ്രവാദ ഗ്രൂപ്പുകൾ ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത്. ഇതും പുതിയതല്ല.
ഇതും പുതിയ കാര്യമല്ല. ഇപ്പോ അല്ല. ഇതൊന്നും ഈ കേരളത്തിലെ RSSന്റെ സുദർശൻജിയോ ഹരീഷൻജിയോ ഒന്നും പറയുന്ന കാര്യങ്ങളല്ല. ഇത് BJPയുടെ നേതാവായ മുൻ പ്രസിഡന്റ് സുരേന്ദ്രനോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരോ പറഞ്ഞ കാര്യങ്ങളല്ല. നമുക്കറിയാം 2017 കാലഘട്ടങ്ങളിൽ സംസ്ഥാനത്ത് 2012ലാണ് ADGP ഹേമചന്ദ്രൻ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് 200 ഒരുപക്ഷെ നീലമേക്ക റിപ്പോർട്ട് ചെയ്തപ്പോൾ ഓർമ്മയുണ്ടാവും, 252 പേരുകളുള്ള ഒരു ലിസ്റ്റ് കേരളത്തിലെ തീവ്രവാദികളും അല്ലെങ്കിൽ തീവ്രവാദത്തിന് വേണ്ടി സാമ്പത്തികമായി പണം സ്വരൂപിക്കുന്ന ആളുകൾ എന്ന രീതിയിലുള്ള ആളുകളുടെ ലിസ്റ്റ് സംസ്ഥാന സർക്കാർ പോലീസിന്റെ ആസ്ഥാനത്ത് നിന്ന് ഇവരുടെ ഇമെയിലുകളും ഇവരുടെ സോഷ്യൽ മീഡിയ സൈറ്റുകളും ചെക്ക് ചെയ്യാനായിട്ട് വെക്കുന്നു. അടുത്ത ദിവസം തന്നെ ഇവരുടെ ലിസ്റ്റ് മാധ്യമത്തിൽ വരുന്നു. മുസ്ലിങ്ങളെ ശ്രദ്ധിക്കുവാനായിട്ട് കേരളത്തിലെ പോലീസ് ശ്രമിക്കുന്നു, സംഘി പോലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് വന്നു. എങ്ങനെയാണ് ഇത് ചോർന്നതെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ എന്റെ ചരിത്രം പറയാം. അപ്പോൾ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവും. എനിക്ക് 2 മിനിറ്റ് കൂടെ തരണം. ഈ വിഷയം പോലീസ് അന്വേഷിച്ചു. ADGP ഹേമചന്ദ്രൻ അന്വേഷിച്ചിട്ട് അവിടുത്തെ SI ആയിരുന്ന അബു സലീം എന്ന് പറയുന്ന ബൈജു സലീം, അദ്ദേഹത്തെ സസ്പെൻഡ് ബൈജു സലീമിനെ സസ്പെൻഡ് ചെയ്തു. ഡിസ്മിസ് ചെയ്തു. ഇദ്ദേഹം കോടതിയിൽ പോയി. ഈ സംസ്ഥാന സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ 2016 ശ്രീ പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ അവിടുത്തെ തിരുവനന്തപുരത്തെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും കുറ്റപത്രം നൽകിയിട്ട്, അന്വേഷണ വിധേയമായിട്ടല്ല, കുറ്റപത്രം നൽകി അംഗീകരിച്ച കുറ്റപത്രം പിൻവലിച്ചുകൊണ്ട്, പ്രോസിക്യൂഷനെ പിൻവലിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ തിരിച്ചെടുത്തു. ഇദ്ദേഹം ഇന്ന് പോലീസിൽ വർക്ക് ചെയ്യുന്നു. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഈ കേരളത്തിൽ എന്തിനാണ് ഇവരെ സൃഷ്ടിക്കുന്നത്? സംസ്ഥാനത്തെ പോലീസ് കേന്ദ്രങ്ങളിൽ നിന്ന് BJP RSS പ്രവർത്തകർ എവിടെയൊക്കെ ഉണ്ട്, അവരുടെ വീട് എവിടെയാണ് വാതിൽ, എങ്ങനെ കയറി, എങ്ങനെ കൊന്ന്, എങ്ങനെ പുറത്തിറക്കാമെന്ന് പോലീസിന്റെ ലിസ്റ്റ് ഇന്ന് സംസ്ഥാനത്ത് ISI കേന്ദ്രങ്ങളിലേക്കും അതുപോലെ തന്നെ ഈ തരത്തിലുള്ള PFI കേന്ദ്രങ്ങളിലേക്കും അത്തരത്തിൽ വിപുലമായ ഒരു സംഘടനാ സംവിധാനത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തരത്തിൽ ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുന്നതും എതിരാളികളെ വകവരുത്തിയതും എല്ലാം നമ്മുടെ കൺമുന്നിൽ ഇന്നലെ നടന്നതുപോലെ ഈ സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്.